ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കപ്പയുടെയും അപ്പത്തിൻ്റെയും ചോറിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പോട്ടി സോഫ്റ്റ് ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം. ഇവിടെ പോട്ടി എന്നാണ് പറയുന്നത്, ചിലർക്കും പോട്ടി എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കല്ലേ. ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ചു, അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. ഒപ്പം പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ സവോളയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് നമുക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിയാണ്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിന് എല്ലാം ഒന്ന് വഴണ്ടി ഈ ഒരു പരുവായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച പോട്ട് ചേർത്ത് കൊടുക്കാം. പോട്ട് വേവിക്കുമ്പോൾ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഉപ്പ് ചേർത്ത് വെള്ളം ഒന്നും ഒഴിക്കണ്ട. വെന്ത് കഴിയുമ്പോൾ പോട്ടിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ ഉപ്പ് മാത്രം ചേർത്ത് നന്നായിട്ട് വേവിക്കുക കുക്കറിൽ. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ, ഒരു 3 ടീസ്പൂൺ മുളക് പൊടി. ഇവയെല്ലാം കൂടെ ചേർത്ത് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല ചേർക്കുന്നത്. ഈ രീതിയിൽ വെച്ചാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഒരുപാട് ഡ്രൈയും ഹാർഡും ആകുന്നുണ്ട്, നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് അല്പം കൂടെ കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം നമുക്ക് ഇഷ്ടമുള്ള അത്ര റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ഒരുപാട് ഡ്രൈ ആവണമെങ്കിൽ അങ്ങനെ ആക്കി എടുക്കാം. അത്ര ഡ്രൈ വേണ്ടാത്തവർക്ക് അങ്ങനെയും എടുക്കാവുന്നതാണ്. ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇച്ചിരി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ പോട്ടി സോഫ്റ്റ് ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. തേങ്ങത്തൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ഇത് നമ്മുടെ കപ്പയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എന്ത് സോഫ്റ്റാണെന്ന് നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കാണുന്ന ആരും ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ പോരുത്. എന്നാലേ നമ്മുടെ അടുത്ത റെസിപ്പി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ.